സോ ഗൈസ്, അഖിലേന്ത്യാ പണിമുടക്ക് കേരളത്തിൽ മാത്രം കുറച്ച് ആൾക്കാർ പണിമുടക്കിയിട്ട് അതിന് അഖിലേന്ത്യാ പണിമുടക്ക് എന്ന് പേരിട്ടാൽ മതി. ഞാനിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് കുറെ ഊച്ചാളുകൾ കേൾക്കാൻ വേണ്ടി തന്നെയാണ്. കുറെ അന്തങ്ങൾ മേ ബി ഈ വീഡിയോ 10 പേര് കണ്ടാലും 100 പേര് കണ്ടാലും അന്തങ്ങൾ വന്ന് താഴത്ത് മെഴുകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ആ അന്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, നിനക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ, നാണം ഉണ്ടെങ്കിൽ, മാനം ഉണ്ടെങ്കിൽ, ഈ ഭരിക്കുന്ന ഗവൺമെന്റിന് കുറച്ചെങ്കിലും ഗട്ട്സ് ഉണ്ടെങ്കിൽ ഈ സമരത്തിന്റെ പേരിൽ, ഈ പണിമുടക്കിന്റെ പേരിൽ പാവങ്ങളോട് കാണിച്ച കുറെ തിണ്ണമെടുക്കലുണ്ട്. അത് ഏത് പാർട്ടിക്കാരനാണെങ്കിലും ശരിയാ, ആ തിണ്ണമെടുക്ക് കാണിച്ച ഏതെങ്കിലും ഒരുത്തനെ നിന്റെയൊക്കെ പാർട്ടിക്കാരനായിരിക്കും. CI2 കൊടിയും പിടിച്ച് ഒരു മീൻ കടയിൽ പോയിട്ട് മണ്ണെണ്ണ ഒഴിക്കാൻ നിന്നവനും, ഒരു ടീച്ചറിന്റെ കയ്യിൽ നിന്ന് ഉച്ചഭക്ഷണം എടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് സമരത്തെ അനുകൂലിക്കാത്ത ആൾക്കാരാണെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ടെന്ന് പറഞ്ഞ അലവലാദികളും, സർക്കാർ സ്ഥാപനത്തിൽ കയറിയിട്ട് ഇറങ്ങി പോടാന്ന് പറഞ്ഞവനും, മെയിൻ സ്വിച്ച് ഓഫ് ആക്കുമെന്ന് പറഞ്ഞവനൊക്കെ കേൾക്കാൻ വേണ്ടി പറയാണ്, നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാനുള്ള ഗട്ട്സ് പാവങ്ങളുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് പാവങ്ങൾക്കെതിരെ ഇത്രയും തെമ്മാടത്തിനെ കാണിച്ച് നിന്നെയൊക്കെ പിടിച്ച് അകത്തിടാനുള്ള ഗട്ട്സ് ഇവിടുത്തെ ഗവൺമെന്റ് കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. നീയൊക്കെ എന്തിനാടാ ഈ പണിമുടക്ക് വെച്ചത്? പാവങ്ങൾക്ക് വേണ്ടിയിട്ടോ, സാധാരണക്കാർക്ക് വേണ്ടിയിട്ടോ? പാവങ്ങളുടെ പാർട്ടി, സാധാരണക്കാരുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തെമ്മാടത്തിലാണ് ഈ ഒരൊറ്റ ദിവസം മാത്രം നീയൊക്കെ കേരളത്തിൽ മാത്രം കാണിച്ചു കൂട്ടിയത്? നിന്റെയൊക്കെ അഖിലേന്ത്യാ പണിമുടക്ക് എവിടുത്തെ അഖിലേന്ത്യ? ഈ ഇന്ത്യയിൽ 28 സംസ്ഥാനം ഉണ്ടെങ്കിൽ ഒറ്റ സംസ്ഥാനത്ത് മാത്രമാണ് ഇന്നത്തെ ഈ പണിമുടക്ക് നടന്നിരിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഈ ഒരു പാർട്ടി ഉണ്ടെന്നോ ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടെന്നോ പോലും അറിയാത്ത ആൾക്കാരായതുകൊണ്ട് അവരൊക്കെ അവരുടെ കാര്യം നോക്കി പോവുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്നതിന്റെ ജിമ്മിലാണ്. ഈ പണിമുടക്കിന്റെ ഈ ദിവസം തന്നെയാണ് ഞാൻ ജിമ്മിൽ വന്ന് വർക്കൗട്ടും ചെയ്യുന്നത്. ഞാൻ പറയുകയാണ്, ഏത് പാർട്ടി പണിമുടക്ക് വെച്ചാലും, ഏത് പാർട്ടി ഇവിടെ ഹർത്താൽ വെച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾക്കൊക്കെ തോന്നുന്ന ജോലി എന്താണോ നിങ്ങൾ ചെയ്യണം. അതിപ്പോൾ എവിടെയാണെങ്കിലും ശരി, ഒരുത്തനെയും പേടിച്ച് അവന്മാർക്കൊക്കെ നമ്മുടെ നാട്ടിൽ ഈ സമരം ചെയ്യാനും ഹർത്താൽ വെക്കാനും ബന്ദ് വെക്കാനും പണിമുടക്ക് നടത്താനും അനുവാദം ഉണ്ടെങ്കിൽ, അവന്മാർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ടെങ്കിൽ, പണിയെടുക്കാനായിട്ടുള്ള റൈറ്റ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാനുള്ള റൈറ്റ് നമ്മുടെ നാട്ടിലുണ്ട്. ഒരുത്തനെയും പേടിച്ച്, അത് ഭരിക്കുന്ന ഏത് പാർട്ടിയാണെങ്കിലും ശരി, അവന്മാരെ പേടിച്ച് മാറി നിൽക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. ഇന്നിവന്മാർ കാണിച്ച കുറെ ഊളത്തരങ്ങളുണ്ട്, ഞാൻ ഓരോന്നായിട്ട് പ്ലേ ചെയ്യാം. കണ്ണൂരിൽ സ്കൂളിലെത്തിയ അധ്യാപകന്റെ ഉച്ചഭക്ഷണം സമരാനുകൂലികൾ വലിച്ചെറിഞ്ഞു. തലശ്ശേരി ബ്രണ്ണൻ ഹൈസ്കൂളിലാണ് ഈ സംഭവം ഉണ്ടായത്. പുറത്തു നിന്നും എത്തിയവരാണ് ഈ ഭക്ഷണം വലിച്ചെറിഞ്ഞത്. ബ്രണ്ണൻ ഹൈസ്കൂളിൽ അധ്യാപകരെത്തിയിരുന്നു. കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ ആളുകളും ഇടത് അധ്യാപക സംഘടനയിലെ അംഗങ്ങളും ഈ സ്കൂളിൽ എത്തിയിരുന്നു. അങ്ങനെ സ്കൂളിലെത്തി കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷമാണ് പുറത്തുനിന്നടക്കം ഈ സമരാനുകൂലികൾ ഹൈസ്കൂളിലേക്ക് എത്തിയത്. പണിമുടക്കാണ്, അതുകൊണ്ട് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ 8 അധ്യാപകരാണ് അവിടെ എത്തിയത്. 8 അധ്യാപകരും പിരിഞ്ഞു പോകാൻ തയ്യാറായി. അങ്ങനെ പോകുന്ന സമയത്താണ് ഇതിലുണ്ടായിരുന്ന ഒരു ടീച്ചർ അവരുടെ കൈവശം ഉണ്ടായിരുന്ന ഉച്ചഭക്ഷണം എടുത്ത് അവിടെ ഒരു പിയൂണിന് നൽകിയത്. ആ പിയൂണ് അവിടെ താമസിച്ച് ജോലി ചെയ്യുന്ന ആളാണ്. അങ്ങനെ പിയൂണിന് ഈ ഉച്ചഭക്ഷണം നൽകി. ഈ ഉച്ചഭക്ഷണമാണ് ഈ പുറത്തുനിന്നെത്തിയ സമരാനുകൂലിൽ ഒരാൾ തട്ടിപ്പറിച്ച് വലിച്ചെറിഞ്ഞത്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന ആളല്ലേ, ഈ സമരം മറികടന്നുകൊണ്ട് നിങ്ങൾ പണിയെടുക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നിങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്നതാണ് അവർ തന്നെ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഈ ഉച്ചഭക്ഷണം അവിടെ നിന്ന് വലിച്ചെറിയുകയാണ് ഉണ്ടായത്. നീയൊക്കെ എന്തിനാണ് ഈ സമരം നടത്തിയത്? ആർക്ക് വേണ്ടിയിട്ടാണ് സമരം നടത്തിയത്? ഈ ഉച്ചഭക്ഷണം എടുത്ത് വലിച്ചെറിയാനും പാവങ്ങളുടെ ഈ ഭക്ഷണം മുടക്കാനും അവരുടെയൊക്കെ അന്നത്തിൽ പാറ്റിടാനാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ എന്തിനാണ് ഈ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്? CI2 എന്ന് പറയുന്നത് തൊഴിലാളി സംഘടനയാണെന്നുണ്ടെങ്കിൽ ആ തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുടെ പണി മുടക്കാനാണോ നീയൊക്കെ പോകേണ്ടത്? പിന്നെ നിന്റെയൊക്കെ കൊണാണ്ടർമാർ കുറെ ആൾക്കാരുണ്ട് ഇവിടെ. P. രാമകൃഷ്ണൻ പറഞ്ഞൊരു വാക്യം വെക്കാം: ഇന്ന് പണിയെടുക്കാൻ പാടില്ല, പണി മുടക്കുന്നവരെ വെല്ലുവിളിച്ചാൽ സ്വാഭാവിക പ്രതികരണം ഉണ്ടാവും. പ്രതികരിക്കാൻ നിനക്കൊക്കെ എവിടെ നിന്നാണ് റൈറ്റ് കിട്ടിയത്? നീയൊക്കെ ഇവിടുത്തെ പോലീസാ, പട്ടാളോ, ആരാടാ നീയൊക്കെ? ഒരു പാർട്ടിയുടെ കൊടിയും പിടിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ട് സമരം ചെയ്യുന്നത് സാധാരണക്കാരുടെ മെക്കിടുകാരാണോ നിന്റെയൊക്കെ പ്രതികരണം എന്ന് പറയുന്നത്? നീയൊക്കെ എന്തിനാ ഈ നാട്ടിൽ സമരം ചെയ്യുന്ന, കൊടി പിടിക്കുന്നേ? പാവങ്ങളുടെ അന്നം മുടക്കാനോ? നിനക്കൊക്കെ റൈറ്റ് ഉണ്ട്. ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാ? ഇന്ന് പണിയെടുക്കാൻ പാടില്ലെന്ന് പറയാൻ നീ ആരാ? ഞാൻ വീണ്ടും ചോദിക്കുക. പണിയെടുക്കേണ്ടത് എൻ്റെ അവകാശമാണ്. എൻ്റെ വീട്ടിൽ അടുപ്പ് പുകയണമെങ്കിൽ, എൻ്റെ വീട്ടിൽ അരി വേവിച്ച് തിന്നണമെന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കണം. നിനക്കൊക്കെ കട്ടും മോട്ടിച്ചും നീയൊക്കെ പാർട്ടിയിൽ പ്രവർത്തിച്ചും കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. സാധാരണക്കാർക്ക് അത് പറ്റൂല. ഇന്ന് ഈ കേരളത്തിൽ മാത്രം കാണിച്ച കുറെ നെറിവുകേടുണ്ട്. ഒരു വീഡിയോ ഞാൻ പറയാം. അതായത് ഒരു സർക്കാർ സ്ഥാപനമാണ്. എവിടെയെന്ന് വെച്ചാൽ കോഴിക്കോട് മുക്കം സിവിൽ സ്റ്റേഷനിൽ അവിടെ ഉണ്ടായിരുന്ന ആ നമ്മുടെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കയറി കാണിച്ചൊരു ഊളത്തിലുണ്ട്. പ്ലേ ചെയ്യാം.
ഫീസ് ഊരെന്നും പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു കൊടിയും പിടിച്ച് കയറിയിട്ട് കാണിച്ച ഗുണ്ടായിസമാണ്. ഇവനെയൊക്കെയാണോ നമ്മുടെ നാട്ടിൽ? ഞാൻ പറഞ്ഞത് ഈ കൊടിയും പിടിച്ച് നിന്നവന്മാരില്ല, അല്ലെങ്കിൽ ഈ വിരട്ടൽ കാണിച്ചവന്മാരിൽ ഒരുത്തിനെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള ധൈര്യം ഈ സർക്കാരിനുണ്ടാ? ചെയ്യൂല. കാരണം നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ അന്തങ്ങളാണ് ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് പോയിട്ട് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. കഴിഞ്ഞിട്ടില്ല. ഒരു സാധാരണ മീൻ കച്ചവടക്കാരൻ, ആ മീൻ കച്ചവടക്കാരൻ്റെ അടുത്ത് പോയിട്ട് കാണിച്ച തന്തയില്ലായ്മയുണ്ട്. ഒന്ന് പ്ലേ ചെയ്യാം. അയാൾ പറയുന്ന നോക്കുക, രാഷ്ട്രീയ അവിടുത്തെ ലോക്കൽ നേതാവാണെന്ന് വ്യക്തമാണ്. മണ്ണെണ്ണ ഒഴിച്ചു കളയും, തിരിച്ചു വരുമ്പോൾ ഒറ്റ മീൻ ഈ മേശപ്പുറത്ത് ഉണ്ടാകരുത് എന്ന് പറയാണ്. ഒരാളുടെ ഉപജീവന മാർഗമാണ്, അതിനോടാണ് ഉപജീവന മാർഗം. ഓരോ തൊഴിലാളിയുടെയും ഉപജീവന മാർഗം സംരക്ഷിക്കുക, അവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക എന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു സമരം, ഒരു മനുഷ്യന്റെ ഉപജീവന മാർഗം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു കളയുമെന്ന് പറയുന്നിടത്ത് തീർന്നില്ലേ ആ സമരത്തിന്റെയും ആ അവകാശ സംരക്ഷണത്തിന്റെയും ഒക്കെ മൂല്യം? ഈ തൊഴിലാളികൾക്ക് പ്രകടനമായി വന്ന സമരാനുകൂലികൾ മാർക്കറ്റിൽ തുറന്നിരുന്ന മത്സ്യക്കട അടപ്പിച്ചു. അടച്ചില്ലെങ്കിൽ കട മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്നാണ് ഭീഷണി. മണ്ണെണ്ണ ഒഴിക്കുന്നാണ് ഒരു നേതാവ് പറഞ്ഞേക്കുന്നത്. ഒഴിക്കട മണ്ണെണ്ണ ആ പാവപ്പെട്ടവന്റെ അന്നം മുടക്കിയിട്ട്. കാരണം അയാൾ കട അടച്ചിട്ടുണ്ടാവും. കാരണം 10-20 നമ്മൾ ഇതേപോലെ വന്നിട്ട് വരട്ടുമ്പോഴത്തേക്കും പാവങ്ങളുടെ പാർട്ടി, പാവങ്ങൾക്ക് വേണ്ടി ചെയ്ത പണിമുടക്ക്. എടാ നിനക്കൊക്കെ ഉടുപ്പില്ലടാ ഇങ്ങനെ വന്ന് നിൽക്കാനായിട്ട്. നീയൊക്കെ സമരത്തിന് പോകുമ്പോഴത്തേക്കും മണ്ണെണ്ണയായിട്ടാണ് അടാ പോകുന്നത്. പെട്രോളും മണ്ണെണ്ണയും കൊണ്ടാണോ നിൻ്റെയൊക്കെ പാർട്ടി ഓഫീസിൽ നിന്നെയൊക്കെ പറഞ്ഞു വിട്ടത്? നീയൊക്കെ എന്തിനാടാ ഈ കൊടിയും പിടിച്ച് നടത്തുന്നത്? ഈ കൊടി പിടിച്ച് നടന്ന ഒരുപാട് നല്ല സഖാക്കന്മാർ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ വില കളയാനായിട്ട് ഇതേപോലുള്ള കുറെ ഇത്തിൽ കണ്ണി അലവലാദികൾ പാർട്ടിയിൽ എന്ന് ജോയിൻ ചെയ്തോ. പിന്നെ കേരളം ഇപ്പൊ ഭരിക്കുന്ന കുറെ ഉഡായിപ്പുകൾ, ഇവന്റെയൊക്കെ ഞാൻ പറയണില്ല, പറഞ്ഞു കഴിഞ്ഞാൽ അത് പച്ച തെറിയായി പോവും. ഇതേപോലുള്ള കുറെ ഊച്ചാളികൾ ഇവര് എത്ര വീഡിയോ ഞാൻ കണ്ടെന്നറിയാവോ ഇന്ന്? ഓരോ സാധാരണക്കാരന്റെ മെക്കിട്ട് കയറുന്ന എത്ര വീഡിയോസ് അടുത്തവണ്ണം കാണിക്കാം. വണ്ടി എടുക്കുന്നടാ ആളിന്റെ ഭാഗത്തോട്ട് വണ്ടി എടുക്കുന്നത് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സമരം ചെയ്യുന്നത്. സമരം ചെയ്തതിന് കിട്ടുമോ? ഒരു മിനിറ്റ്, ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പറയട്ടാ. നിങ്ങൾക്ക് സമരം ചെയ്തൊന്നും കിട്ടുമോ? കിട്ടും. എന്ത് കിട്ടും? ഇതുവരെയായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. അതന്നെ ഞാൻ പറയുന്നുള്ളൂ. ചോദ്യം ചോദിക്കാൻ പാടില്ല. ഒരേ വാക്ക്, ചോദ്യം ചോദിക്കാൻ പാടില്ല. നീയൊക്കെ ഇന്ന് സമരം ചെയ്തിട്ട്, ഞാനിപ്പോ ഈ വീഡിയോ കാണിച്ചല്ലോ, ഇന്ന് ഇതേപോലെ ഒരുപാട് വീഡിയോസ് ഇന്നുണ്ട്. ഞാൻ ഈ സമരം ചെയ്ത അവന്മാരോട് ചോദിക്കുകയാണ്, നീയൊക്കെ ഇന്ന് സമരം ചെയ്തിട്ട് നമ്മുടെ നാട്ടിലുള്ള ഏതവനാടാ ഒരു ഉപകാരം കിട്ടിയത്? ഒരുത്തന്റെ കാര്യം പറ. ഒരാൾക്ക് ഉപകാരം കിട്ടിയ കേസ് പറ. ഈ സമരം എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ആൾക്കാരുടെ മെക്കിട്ട് കയറി ഗുണ്ടായസം കാണിക്കാനല്ലാണ്ട് നിന്നെ കൊണ്ടാക്കുന്ന എന്തിനു കൊള്ളായിരുന്നു? ഞാൻ വീണ്ടും പറയുകയാണ്, ഒരുത്തനും ഏത് പാർട്ടി, BJP ആയിക്കോട്ടെ, LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, സമരം ചെയ്താൽ തിരിഞ്ഞു നോക്കരുത്. നമ്മളാരും വീട്ടിൽ പോയി ഒളിച്ചിരിക്കുകയോ നമ്മുടെ അന്നത്തെ അന്നം മുടക്കിയിട്ട് പണിയെടുക്കാണ്ടിരിക്കുകയോ ചെയ്യരുത്. കടകൾ തുറക്കണം, ജോലി ചെയ്യണം. യുവന്മാരൊക്കെ കൊടിയായിട്ട് വന്നു കഴിഞ്ഞാൽ പോടാൻ മറ്റവനെന്ന് പറയാനുള്ള ധൈര്യം എല്ലാവരും കൂടെ ഒരുമിച്ച് കാണിക്കണം. കാരണം യുവന്മാർ കൂട്ടമായിട്ട് അവർ ഒറ്റയ്ക്ക് വരില്ല. ഒറ്റക്കുള്ള ആംബിയർ യുവന്മാർക്ക് ഒരുത്തിന് പോലും ഇല്ല. ഇനി കേരളത്തിലൊരു സമരം ഉണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, യുവന്മാരത്ത് പറയണം, നിന്റെ ആ കൊടിയും കൊണ്ട് വീട്ടിൽ പോയി ഈടം മോനെ എന്ന് പറയാനുള്ള ധൈര്യം നമ്മൾ കാണിക്കണം. കാരണം ഇന്ന് ഈ ഓരോ വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അത്രമാത്രം ചുറിഞ്ഞു കയറിയോണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിന്ന് ജിമ്മ് മുടക്കില്ല. കാരണം എന്താ, ഈ സമരത്തിലെ എല്ലാം മുണ്ണകളാണെങ്കിൽ ആരാണെങ്കിലും ശരി, യുവമാർ വരട്ടെ, എന്ത് കിണ്ടാൻ വേണ്ടി ഉണ്ടായിക്കട്ടെ. ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി. ഞാൻ കടയിൽ പോയിട്ട് ഒരു ജ്യൂസും കുടിച്ച് ഞാൻ ആ കടക്കാരൻ ചേട്ടൻ കട തുറന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അയാൾ പറഞ്ഞു, ഏത് ചമരക്കാരൻ, എന്ത് കിണ്ടി? അമ്മാരാണ് പലതും പറയും, കട തുറന്ന് വെച്ചില്ലെങ്കിൽ എൻ്റെ വീട്ടിൽ അടുപ്പ് പോകുകയോ. കറക്റ്റാ, നിങ്ങൾ പണിയെടുക്കണം ഇവിടെ ഒരു കാരണം ഇവന്മാരെ ഈ പണിമുടക്ക് നടത്തിയതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഒരുത്തം പോലും രക്ഷപ്പെടാനൊന്നും പോകുന്നില്ല. ആർക്കും ഒരു ഗുണം ഉണ്ടാകാനും പോകുന്നില്ല. പിന്നെ എന്തിനാണ് വെറുതെ ഒരു ദിവസത്തെ നമ്മുടെ അന്നം മുടക്കി നമ്മുടെ ആ ഒരു വരുമാനം മുടക്കുന്ന പരിപാടി നമ്മൾ എന്തിനാ ചെയ്യുന്നത്? പോയി പണി നോക്കടാ.